സർക്കാരിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പി മോഹനൻ മാസ്റ്റർ. ഇതിനെ ശക്തമായി പ്രതിരോധിക്കും. തെറ്റായ പ്രവണത ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയുണ്ടാകുമെന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. അതിൻ്റെ ഭാഗമായി മുഹമ്മദ് റിയാസിനെ, മന്ത്രി പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായ മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും എല്ലാം ഒന്ന് കരിവാരിത്തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും. അതൊന്നും നടക്കില്ല. അതിനെയൊക്കെ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും. മാത്രമല്ല, കൂട്ടത്തിൽ ഞാൻ പറയാം, ഞങ്ങൾക്കിത് സംബന്ധിച്ചൊരറിവുമില്ല. തെറ്റായ പ്രവണതകൾ അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ കർശനമായ നിലപാട് എല്ലാ കാലത്തും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കെ ലതീഷ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ലതീഷ്, ഈ വിഷയത്തിൽ ഇപ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രത്യേകമായും വ്യാജ പ്രചാരണങ്ങളിലൂടെ കൂടുതൽ തളർത്താനുള്ളൊരു ശ്രമം, ആ നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രിയുടെയും പ്രതികരണം. പക്ഷേ ഈ നിലയ്ക്കൊന്നും വ്യാജ പ്രചാരണങ്ങളിലൂടെ അല്ലെങ്കിൽ ഇതിൽ വീണു പോകാതിരിക്കാനുള്ള നിലയ്ക്ക് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിയമപരമായ അടക്കമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും പാർട്ടിയുടെ ഒരു പിന്തുണയും ഈ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രിക്ക് പ്രഖ്യാപിക്കുകയാണ്. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മോഹനൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു? ഇപ്പോൾ മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന PSC മെമ്പർ അംഗത്വവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലാണ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്ററുടെ പ്രതികരണം ഉണ്ടായത്. ഇന്ന് CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. അത് പതിവ് യോഗമാണ്. ആ യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ പി മോഹൻ മാസ്റ്ററെ മാധ്യമപ്രവർത്തകർ കാണുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും പാർട്ടിക്ക് മുമ്പാകെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. ഈ പുറത്തു വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ മാത്രമാണ്. അത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയെയും ഇകഴ്ത്തിക്കാട്ടാനും കരിവാരി തേക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അത്തരം ശ്രമങ്ങളെ പാർട്ടി കൃത്യമായി പ്രതിരോധിക്കും. ഒപ്പം ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ഇടപെടൽ പാർട്ടി അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി എടുത്ത് മുന്നോട്ട് പോകും. അത്തരം കാര്യങ്ങൾ മുമ്പും പാർട്ടി ആ രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പാർട്ടിയുടെ മുമ്പാകെ നിലവിൽ ഇത്തരമൊരു പരാതി, മാധ്യമങ്ങൾ പറയുന്ന പോലുള്ളൊരു പരാതി വന്നിട്ടില്ല. അങ്ങനെ ഒരു പരാതി വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ ആ നിലയിൽ പരിശോധിക്കാം എന്നുള്ളത് മാത്രമാണ് നിലവിൽ പറയാനുള്ളത്.